നമസ്കാരം. ഞാൻ ഡോക്ടർ നാരായണ പ്രകാശ്, ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് മണ്ണാർക്കാട്, കടമ്പഴിപ്പുറം. മുടി കൊഴിച്ചിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 30 മുതൽ 40 തരത്തിലുള്ള മുടി കൊഴിച്ചിലുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതിൽ ഒരെണ്ണം അലോപീഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു തരം മുടി കൊഴിച്ചിലാണ്. അലോപീഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനായിട്ട് വരുന്ന ഒരു മുടി കൊഴിച്ചിലാണ്. ഇവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മുടെ ശരീരത്തിലെ ഹെയർ ഫോളിക്കിൾസ് ശത്രുവാണെന്ന് കരുതി അതിനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഹെയർ ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. മുടി മാത്രമാണ് നമുക്കവിടെ കൊഴിഞ്ഞു പോകുന്നത്. വളരെ പെട്ടെന്നുള്ള മുടി കൊഴിച്ചിലായിരിക്കും സംഭവിക്കുക. തലയിൽ നോക്കുമ്പോൾ വട്ടത്തിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുക, 3-4 പാച്ചുകളായിട്ട് മുടി കൊഴിഞ്ഞു പോവുക, ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് അലോപീഷ്യ ഏരിയേറ്റ. ഈ അലോപീഷ്യ ഏരിയേറ്റ പോലെ തന്നെ അലോപീഷ്യ യൂണിവേഴ്സാലിസ്, അലോപീഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്ന മറ്റു 2 കണ്ടീഷൻസും കൂടിയുണ്ട്. ഇതേ കാരണം തന്നെയാണ്, ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് അതും വരുന്നത്. ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് ഹോമിയോപ്പതി മരുന്നുകളുണ്ട്. ഇത് മുഴുവനായിട്ടും തന്നെ നമുക്കൊരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ പൂർണ്ണമായിട്ടും ഹെയർ റീഗ്രോത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. മറ്റൊരു തരത്തിലുള്ള മുടി കൊഴിച്ചിലാണ് ആൻഡ്രോജനറ്റിക് അലോപീഷ്യ എന്ന് പറയുന്നത്. ഇതും വളരെ കോമൺ ആയിട്ട് നമ്മൾ പുരുഷന്മാരിലും സ്ത്രീകളിലും കാണുന്ന ഒരു മുടി കൊഴിച്ചിലാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഹെയർ തിന്നിങ് ആണ്. നമുക്ക് പുരുഷന്മാരിൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ട് ഹെയർ ഫോളിക്കിൾസ് ചുരുങ്ങിപ്പോവുകയും അതിന്റെ ഭാഗമായിട്ട് മുടിയുടെ കനം കുറഞ്ഞു കുറഞ്ഞു വരുന്നതും നമുക്ക് ഹെയർ ലൈൻസ് റിസീഡ് ആയിട്ട് കഷണ്ടി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നതാണ്. ഇത്തരം കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോമിയോപ്പതിക്കലി നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഇത്തരം കണ്ടീഷൻസിൽ മുഴുവനായിട്ട് നമുക്ക് ഹെയർ റീഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയില്ല. ഈ ആൻഡ്രോജനറ്റിക് അലോപീഷ്യ ഏത് സ്റ്റേജിലാണോ നമ്മൾ ട്രീറ്റ്മെന്റിന് വരുന്നത്, ആ കണ്ടീഷനിൽ വെച്ച് നിലവിൽ ഉള്ള ഹെയർ ഫോളിക്കിൾസിനെ നമുക്ക് തിക്കായിട്ടും ഹെൽത്തിയർ ആക്കിയിട്ട് കൊണ്ടുവരാനും നിലവിലുള്ള സ്റ്റേജിലെ മുടികളെ ആരോഗ്യപരമായി തിരിച്ചു കൊണ്ടുവരാനുമാണ് നമുക്ക് സാധിക്കുന്നത്. അത്തരത്തിൽ ഹോമിയോപ്പതിക്കലി നമ്മൾ ചികിത്സിച്ച് മാറ്റിയ കേസുകൾക്കെല്ലാം ഈ ഹെയർ ഗ്രോത്തുകൾ വന്നതിന് ശേഷം അത് നിലനിൽക്കുന്നുണ്ട്, കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഏത് സ്റ്റേജിലാണ്, 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണോ ചികിത്സ എടുക്കുന്നത്, ആ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ ഹെയർ ഗ്രോത്തിനെ നിലനിർത്താൻ പറ്റും ആരോഗ്യപരമായിട്ട്. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്നതാണോ അതോ ആ സ്റ്റേജിൽ വെച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ആണ് ഇവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന്റെ സ്കാൾപ്പ് ഒരു മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ട് മുടിയുടെ കനം, മുടിയുടെ വേര്, അതിന്റെ ചുരുക്കം, ഏത് ടൈപ്പ് ഓഫ് ഹെയർ ഫാൾ ആണ്, എന്താണ് ഡയഗ്നോസിസ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള ചികിത്സയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. മുടി കൊഴിച്ചിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ചെയ്യുക. നന്ദി.